വല കോരുമ്പോഴാണ് ഉടക്കിൽ തട്ടിക്കീറുന്നത്. വല മാത്രമല്ല, വല നിറഞ്ഞ മത്സ്യങ്ങളും കടലാഴങ്ങളിലേക്ക് പോകും. ട്രോളിംഗ് നിരോധന കാലം തീരക്കടൽ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ചാകരക്കാലമാണ്. കാലവർഷത്തിൽ കലിതുള്ളി നിൽക്കുന്ന കടൽ മിക്കപ്പോഴും വല നിറയ്ക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ കടലിലേക്ക് വലയിടാൻ തൊഴിലാളികൾക്ക് ഭയമാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ജൂൺ ജൂലൈ മാസങ്ങൾ അവന്റെ പ്രധാനപ്പെട്ട തൊഴിൽ ദിനങ്ങളാണ്. അവൻ അടുത്ത 6 മാസത്തേക്ക് കൂടെ എന്തെങ്കിലും ശേഖരിച്ചു വെക്കാനും അവൻ വാങ്ങിച്ച കടവും വിലയും ഒക്കെ തീർക്കാനുള്ള ഒരു സമയം കൂടെയാണിത്. ഈ സമയത്ത് അവൻ മത്സ്യബന്ധനത്തിന് പോയാൽ കടലിൽ മത്സ്യബന്ധനം നടത്താൻ പറ്റുന്നില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയ മത്സ്യബന്ധന വലകൾ കടലിൽ വിരിച്ചു കഴിഞ്ഞാൽ ആ വലകൾ നഷ്ടപ്പെട്ടു പോകുന്നു. എറണാകുളത്തിനും കൊല്ലത്തിനുമിടയിൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു വള്ളത്തിലെയെങ്കിലും വല കീറാറുണ്ട്. നഷ്ടപരിഹാരം ആര് നൽകുമെന്ന് ചോദിച്ചാൽ ആർക്കും കൃത്യമായ ഉത്തരമില്ല. ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനെന്ന് സംസ്ഥാന സർക്കാർ പറയും. ജൂലൈ 3 മുൻപ് കടലിൽ നിന്ന് കണ്ടെയ്നറുകൾ നീക്കുമെന്ന പ്രഖ്യാപനവും പതിവ് പോലെ പാഴായി. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.